ഹലോ മീഗോസ്, ഇറ്റ്സ് മീ റാങ്കോ. വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കറന്റ് കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വളരെ വേഗത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന NH66 കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു NH66 മാഹി ബൈപ്പാസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ കേരളത്തിൽ പല നാഷണൽ ഹൈവേകൾ ഉണ്ടെങ്കിലും ഒരു പക്കാ പ്രോപ്പറായിട്ടുള്ള ഒരു 6 ലൈൻ നാഷണൽ ഹൈവേ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പം ഈ ഒരു NH66 പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളും കംപ്ലീറ്റ് ആയിക്കണം. ഇപ്പോൾ ഈ ഒരു മാഹി ബൈപ്പാസ് തന്നെ തുറന്നു കൊടുത്തിട്ട് ഒരുപാട് കാലമായിക്കണം. മിക്കവാറും ഈ ഒരു വർഷം കഴിയുന്നതിൻ്റെ മുമ്പ് അല്ലെങ്കിൽ ഒരു അടുത്ത വർഷം സ്റ്റാർട്ടിങ്ങോട് കൂടിയിട്ട് ഈ ഒരു കംപ്ലീറ്റ് ഹൈവേയിലെ പണി തീരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു മാഹി ബൈപ്പാസിൽ FG വെച്ചൊരു പൊളി വിളിക്കാൻ പോവാണ്. സോ ലെറ്റ്സ് ട്വിസ്റ്റ് ദ ത്രോട്ടിൽ ടു ഗെറ്റ് സം ഫൺ. തുടക്കത്തിൽ തന്നെ ഞാനൊരു ഡിസ്ക്ലെയിമർ തരാം. ഈ ഒരു വീഡിയോ ഒരിക്കലും ഹൈ സ്പീഡുകളെ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ടോപ്പ് സ്പീഡ് അറ്റംപ്റ്റുകളെ എൻകറേജ് ചെയ്യാനോ വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല. കാരണം ഇതുപോലെയുള്ള ഹൈ സ്പീഡ് നാഷണൽ ഹൈവേകളിൽ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഹൈ സ്പീഡ് ലൈനിലാണ്. പക്ഷേ റയർ വ്യൂ മിററിൽ ഫോക്കസ് ഉള്ളതുകൊണ്ട് തന്നെ ബാക്കിൽ വരുന്ന വണ്ടി എന്നേക്കാൾ സ്പീഡിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഞാൻ മിഡ് ലൈനിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ആ വണ്ടി കടന്നു പോയതിനു ശേഷമാണ് ഹൈ സ്പീഡ് ലൈനിലേക്ക് തന്നെ തിരിച്ച് കയറിയത്. ഇതുപോലെ നമ്മൾ ഫ്രണ്ടിൽ മാത്രമല്ല റെയർ വ്യൂവിലും നമുക്ക് ഫോക്കസ് വേണം ഇതുപോലെയുള്ള ഹൈ സ്പീഡ് ഹൈവേകളിൽ വണ്ടി ഓടിക്കുമ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ സ്പീഡിനനുസരിച്ച് പ്രോപ്പറായിട്ടുള്ള ലൈനിൽ നമ്മൾ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എസ്പെഷ്യലി നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ പെർഫെക്റ്റ് ആയിരിക്കണം, നമ്മുടെ മൈൻഡ് പെർഫെക്റ്റ് ആയിരിക്കണം, നമ്മുടെ ഫോക്കസും പ്രസൻസ് ഓഫ് മൈൻഡും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം. നമ്മുടെ ഫ്രണ്ടിലേക്കുള്ള വിഷൻ അനാലിസിസ് പോലെ തന്നെ നമ്മുടെ റെയറിലേക്കും ഒരു വിഷൻ പോകണം. ഇടയ്ക്കിടയ്ക്ക് റെയർ വ്യൂ മിറർ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ റോഡിൻ്റെ കണ്ടീഷൻ, ചെറിയൊരു ബമ്പ് വരെ ഹൈ സ്പീഡിൽ വണ്ടിയുടെ സ്റ്റെബിലിറ്റി പോകും. എസ്പെഷ്യലി നമ്മൾ 2 വീലേഴ്സിന്. 4 വീലേഴ്സിന് പിന്നെയും അത് കൺട്രോളബിൾ ആണ്. നമ്മളെ കാര്യം അങ്ങനെയല്ല. 2 വീലേഴ്സിന് അതും ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ അധികം ആളുകളും കെയർ ചെയ്യാത്ത കാര്യമാണ് വണ്ടിയുടെ ടയർ. നല്ല പെർഫെക്റ്റ് കണ്ടീഷനിലുള്ള ടയറായിരിക്കണം. കാരണം ഹൈ സ്പീഡിൽ നല്ല ഹീറ്റാവുന്ന ടയറാണ്. അതും ഒരു പ്രോബ്ലമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞതിനെക്കാട്ടും നല്ലത് അതിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുപോലെ ഒരു വീഡിയോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് പ്രോപ്പറായിട്ടൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ ഇവിടെ ഒരു ടോൾ ബൂത്ത് ഉണ്ട്. ഇവിടെ ആകെ 2 ലൈനേ ഉള്ളൂ. വൺ സൈഡിലേക്ക് ടോൾ ആകെ 2 ലൈനേ ഉള്ളൂ. ശരിക്കും 3 ലൈൻ ആകുമ്പോൾ 3 ടോൾ ബൂത്തുകൾ കൊടുക്കുന്നതാണ് ബെസ്റ്റ്. കാരണം ഈ ഒരു ഹൈവേ ഫുൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നല്ല ട്രാഫിക് ഒക്കെ വരുമ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല ബ്ലോക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഹൈവേ മൊത്തമായിട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അറിയാം ഇവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ. അതുപോലെ മോട്ടോർ സൈക്കിളിനായിട്ട് ഡെഡിക്കേറ്റഡ് ലൈനും കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നമ്മൾ എടുത്ത് പോകുന്നതാണ്. അപ്പോൾ ഇതാ റോഡിലെ വിഷൻസ് ഒക്കെ ക്ലിയർ ആണ്, ട്രാഫിക് കുറവാണ്. നമുക്ക് FGയുടെ മാക്സിമം പൊട്ടൻഷ്യൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലെറ്റ്സ് റബ് ഇറ്റ് അപ്പ്. അഥവാ നമ്മൾ FGയിൽ 118, 119 വരെ എത്തിയിട്ടുണ്ട്. ഇതിലും കൂടുതൽ സ്ട്രെച്ച് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ചെറിയൊരു ക്രോസ് വിൻഡ് ഒക്കെ വന്നുകൊണ്ടും ഈ ഒരു ഹൈവേയിൽ ചെറിയൊരു കർവ് വന്നുകൊണ്ടും നമ്മൾ ചെറുതായിട്ട് സ്റ്റോപ്പ് ചെയ്താണ്. ശരിക്കും ഇത്ര ഫാസ്റ്റ് ആയിട്ടൊന്നും FG 119 ഒന്നും കയറില്ല. ചെറിയൊരു ഇറക്കം ഉള്ളതുകൊണ്ടാണ് കുറച്ചും കൂടെ പെട്ടെന്ന് ഈ ഒരു 119 ഒക്കെ കയറിയത്. ഞാൻ ആദ്യമായിട്ടാണ് FGയിൽ ഇത്രയും ഹൈ സ്പീഡിലേക്ക് എത്തിക്കുന്നത്. ഇതിലേറെ കയറും തോന്നുന്നുണ്ട്. FG V3 BS6 വേർഷൻസ് ഏകദേശം 120 ഒക്കെ കയറാൻ ചാൻസ് ഉണ്ട്. ശരിക്കും നമ്മുടെ കേരളത്തിൽ ഇതുപോലെയുള്ള ഒരു ഹൈവേ ഒരുപാട് മുന്നേ തന്നെ വരേണ്ടതായിരുന്നു. കാരണം എല്ലാ മറ്റ് സംസ്ഥാനങ്ങളിലും പ്രോപ്പറായിട്ടുള്ള 6 ലൈൻ ഹൈവേകളുണ്ട്. നമ്മുടെ കേരളത്തിൽ മാത്രം ഇതുപോലുള്ളൊരു പ്രോപ്പറായിട്ടുള്ള നാഷണൽ ഹൈവേ, അതായത് ഹൈ സ്പീഡ് ഹൈവേകൾ ഉണ്ടായിരുന്നില്ല. പിന്നെ ഉള്ളത് നമ്മുടെ NH544 ആണ്, അതായത് കൊച്ചി സേലം നാഷണൽ ഹൈവേ. അതിലാണെങ്കിൽ
ഫുള്ള് ഒരുപാട് ജംഗ്ഷൻസ്, ഒരുപാട് സിഗ്നലും കാര്യങ്ങളൊക്കെയാണ്. പ്രോപ്പറായിട്ടൊരു ഹൈവേ നമുക്ക് വിളിക്കാൻ പറ്റില്ല. മാത്രമല്ല ക്ലോസ്ഡും അല്ല, പല ഭാഗത്തും രണ്ട് സൈഡിലും ഓപ്പൺ ആയതുകൊണ്ട് തന്നെ പല വണ്ടികളും മൃഗങ്ങളൊക്കെ പെട്ടെന്ന് ചാടി വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ആ രീതിയിലാണ് ആ ഹൈവേ ഉള്ളത്. ഈ ഒരു ഹൈവേ കംപ്ലീറ്റ് ആയിട്ട് 6 ലൈൻ ഹൈവേ ആണ് വരുന്നത്. അതല്ല, ഏറെക്കുറെ എല്ലാ ഭാഗത്തും ക്ലോസ്ഡ് ആയിട്ടാണ് ഉള്ളത്. ഹൈവേ രണ്ട് സൈഡും ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ മൃഗങ്ങളും മറ്റു വണ്ടികളൊന്നും പെട്ടെന്ന് ഹൈവേക്ക് ഇടിച്ച് കയറൊന്നുമില്ല. അപ്പോൾ കുറച്ച് സേഫ് ആയിട്ടുള്ള ഹൈവേ ആണ്. പിന്നെ അതുമല്ല സിഗ്നൽസും കുറവാണ്. അധിക ഭാഗത്തും അണ്ടർപാസും ഓവർ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ഹൈവേ പോകുന്നത്. ആകെ ഒരു സിഗ്നൽ വരുന്നത് ഈ ഒരു മാഹി ബൈപ്പാസിലാണ്. ആ ഒരു സിഗ്നലിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒരു ഭാഗത്തും സിഗ്നൽ ഇല്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഈ ഒരു സിഗ്നലിൽ എത്തിയിട്ടുണ്ട്. ശരിക്കും നമുക്ക് സ്ട്രെയിറ്റ് ആണ് പോകാനുള്ളത്. നമ്മൾ ശരിക്കും മിഡ് ലൈൻ പിടിക്കുന്നതാണ് ബെസ്റ്റ്. റൈറ്റിലേക്ക് പോകാനുള്ളവർക്ക് ഒഴിഞ്ഞു കൊടുക്കണം എന്നാണ്. പക്ഷേ നമ്മളൊരു ചെറിയ മിസ്റ്റേക്ക് ചെയ്തു. അതുപോലെ എനിക്കും ഒരു ഡൗട്ടുണ്ട്, ഈ ഒരു സിഗ്നലിൽ നമുക്ക് യൂ ടേൺ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു ഡൗട്ട് എനിക്കുണ്ട്. ഇപ്പോൾ ആ ഒരു ബൈക്ക് യൂ ടേൺ എടുത്തിട്ടാണ് പോയത്. ഇവിടെ അങ്ങനെ ബോർഡും കാര്യങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ ഹൈവേ ആയതുകൊണ്ട് തന്നെ പുറത്ത് ലൈനിൽ ഗ്രീൻ സിഗ്നൽ ആയതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് യൂ ടേൺ എടുക്കുന്നത് എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ള കാര്യം എനിക്കറിയില്ല. അതിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഒരു സിഗ്നലിൽ ലൈറ്റ് ഉണ്ടോ എന്ന് അറിയില്ല. ഞാൻ എന്തായാലും കണ്ടിട്ടില്ല. ഈ സിഗ്നൽ മിക്കവാറും ഭയങ്കര കൺഫ്യൂസിങ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന റോഡ് കുറച്ച് ചെറിയ റോഡാണ്. അതുകൊണ്ട് തന്നെ ഹൈവേയിലേക്ക് കയറുന്നതും അതേപോലെ തന്നെ ഹൈവേ നിന്ന് ഇറങ്ങുന്നതൊക്കെ കുറച്ച് കൺഫ്യൂസിങ് ആവാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല ഈ ഹൈവേൻ്റെ കൂടെ തന്നെ സർവീസ് റോഡ് കൂടെ ഉള്ളതുകൊണ്ട് എല്ലാം കൂടി വരുമ്പോൾ ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഹൈവേയിൽ അധികവും ജംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ സർവീസ് റോഡിന് പോയിട്ടാണ് ഈ ഒരു ക്രോസ് റോഡിലേക്കൊക്കെ കയറല്. പക്ഷേ ഇവിടെ സിഗ്നൽ ഉള്ളതുകൊണ്ട് സിഗ്നലും ഉണ്ട്, സർവീസ് റോഡിലേക്കുള്ള എൻട്രിയും ഈ സിഗ്നലിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടെ വരുമ്പോൾ ചെറിയ കൺഫ്യൂസിങ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളെ നാടിൻ്റെ അവസ്ഥ അറിയാലോ, പല വഴിക്കൂടിയും ആളുകൾ വരാൻ ചാൻസ് ഉണ്ട്. ശരിക്കും ഇവിടെ ഒരു ഓവർ ബ്രിഡ്ജ് അണ്ടർ ബ്രിഡ്ജൊക്കെ ചെയ്യുന്നത് തന്നെ ആയിരുന്നു ബെസ്റ്റ്. അതുകൊണ്ട് ഈ ഒരു ഭാഗം മാത്രം എന്തിനാണ് ഒഴിവാക്കിയത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ ഒരു വീഡിയോ ഫുള്ള് കാണുമ്പോൾ പലർക്കും വേറൊരു ഡൗട്ട് കൂടെ വരാൻ ചാൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉപദേശിച്ചിട്ട് ഇവർ നല്ല പോക്കാണല്ലോ പോകുന്നത് എന്ന് പലർക്കും തോന്നാം. ശരിയാണ്, പ്രോപ്പറായിട്ട് അതിനൊരു ജസ്റ്റിഫിക്കേഷൻ തരാനൊന്നും എനിക്ക് കഴിയില്ല. പക്ഷേ എനിക്ക് ഈ വണ്ടിയിൽ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. 3-4 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. മാത്രമല്ല പ്രോപ്പറായിട്ടുള്ള റൈഡിങ് ഗിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിയുടെ കണ്ടീഷൻ പെർഫെക്റ്റ് ആണ്. രണ്ടും പെർഫോമൻസ് ടയേഴ്സാണ് ഫ്രണ്ടിലും ബാക്കിലും ഉള്ളത്. പിന്നെ എൻ്റെ പ്രസൻസ് ഓഫ് മൈൻഡും കാര്യങ്ങളും ഫോക്കസും എല്ലാം തന്നെ ഫ്രഷാണ്. അതുപോലെ ഈ ഒരു മാഹി ബൈപ്പാസിൽ ഇന്ന് ട്രാഫിക്കും കുറവാണ്. മാത്രമല്ല ഇതെനിക്കൊരു എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത റോഡ് ആയതുകൊണ്ട് തന്നെ 1-2 റൗണ്ട് ഞാൻ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ഓടിച്ച് റോഡിനൊന്നും പ്രശ്നങ്ങളില്ല എന്നൊക്കെ കൺഫേം ആക്കിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എങ്കിലും അവിടെയും കുറേ അൺസർട്ടനിറ്റി ഉണ്ട്. ഒരിക്കലും ഇത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. ഏത് നിമിഷവും എന്ത് സംഭവിക്കാന്നുള്ള രീതിയിൽ തന്നെയാണ്. പക്ഷേ ചില സമയത്ത് നമ്മൾ ഇതുപോലുള്ള ചില ചാൻസസ് എടുത്താലേ നമുക്ക് ചില എക്സ്പീരിയൻസസ് കിട്ടുള്ളൂ. മോട്ടോർ സൈക്കിൾ ആയാലും 4 വീലർ ആയാലും ഹൈ സ്പീഡ് അഡ്രിനാലിൻ ആ ഒരു സംഭവം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതുപോലൊക്കെ വീഡിയോ ചെയ്യുന്നത്. ഐ ഹോപ്പ് യു ഗൈസ് ഗോട്ട് വാട്ട് ഐ സെഡ്. ഈ ഒരു റോഡ് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന് വളരെ അധികം ഡെവലപ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. കേരളവും മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടുള്ള ചരക്ക് വ്യാപാരങ്ങളും കാര്യങ്ങളും കുറച്ചും കൂടെ ഫാസ്റ്റ് ആവും. കാരണം വലിയ ചരക്ക് ലോറികൾക്കും അതുപോലെ തന്നെ കണ്ടെയ്നർ ലോറികൾക്കൊക്കെ കുറച്ചും കൂടെ ഈസി ആയിട്ട് കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകാനൊക്കെ ഈ ഒരു ഹൈവേ വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. മാത്രമല്ല നമ്മുടെ കേരളത്തിലെ ഹാർബറിൽ നിന്നുള്ള വലിയ കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും. ശരിക്കും നമ്മുടെ കേരളത്തിനകത്ത് തന്നെ മെയിൻ സിറ്റീസ് ആയിട്ടുള്ള തിരുവനന്തപുരം, കൊച്ചി, അതുപോലെ കാലിക്കറ്റ്, ഈ ഒരു 3 സിറ്റീസ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഹൈ സ്പീഡ് റോഡ് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മുടെ കേരളത്തിൽ ആദ്യം ഉണ്ടായിരുന്ന NH66 ചെറിയ റോഡുകളായിരുന്നു, ജസ്റ്റ് 4 ലൈൻ റോഡായിരുന്നു. മാത്രമല്ല അതിൻ്റെ ഇരട്ടി
ട്രാഫിക് കറന്റ് നമ്മുടെ കേരളത്തിലുണ്ട്, അത്രയും വണ്ടികളും കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും റഷ് ആയിട്ടാണ് ഈ റോഡുകളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് ഇതുപോലുള്ള ഒരു ഹൈവേ ഒരുപാട് മുന്നേ വരേണ്ടതായിരുന്നു. പക്ഷേ പല കാരണങ്ങളാൽ അത് നീണ്ട് ഇപ്പോൾ കറന്റ് ഹൈവേ വന്നിട്ടുണ്ട്. അതന്നെ ഈ ഒരു സമയത്ത് വന്നത് തന്നെ വലിയ കിട്ടലാണ്. എന്തായാലും ഇനി കേരളം ഡെവലപ്മെന്റ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഈ ഒരു ഹൈവേ വന്നതിന് ശേഷം നമുക്കറിയാൻ പറ്റും. പിന്നെ ഈ ഒരു ഹൈവേയിലെ റോഡ് കൾച്ചർ നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര രീതിയിൽ ബുദ്ധിമുട്ടാണ് പ്രോപ്പറായിട്ട് വണ്ടി ഓടിക്കുന്ന ആളുകൾക്ക്. കാരണം ഓരോ ലൈനും ഓരോ സ്പീഡുണ്ട്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ലൈനിന് വളരെ സ്ലോ സ്പീഡിലാണ്, അതേപോലെ മിഡ് ലൈനിൽ നമ്മൾ നോർമൽ സ്പീഡിൽ പോകും, അതേപോലെ റൈറ്റ് സൈഡിൽ ഹൈ സ്പീഡുമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ പലരും പല രീതിയിലാണ് വണ്ടി ഓടിക്കുന്നത്. ചിലവർ ഹൈ സ്പീഡ് ലൈനിൽ തന്നെ വളരെ സ്ലോയിൽ പോകുന്നവരുണ്ട്, അതേപോലെ സ്ലോ ലൈനിൽ ഹൈ സ്പീഡിൽ പോകുന്നവരുണ്ട്. അപ്പോൾ പലരും പല രീതിയിലാണ് വണ്ടി ഓടിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇതൊക്കെ പ്രോപ്പറായിട്ട് അറിയുന്ന ഒരാൾക്കും അതുപോലെ തന്നെ വണ്ടി ഓടിക്കേണ്ടി വരും. എല്ലാവരും പെർഫെക്റ്റായി പോയി കഴിഞ്ഞാൽ നമുക്ക് നിയമങ്ങളൊക്കെ പാലിച്ച് കറക്റ്റായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. ഇപ്പം കുറേയൊക്കെ യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആളുകളിലേക്ക് എത്തുന്നുണ്ട്. ഈ ഒരു പുതിയ വരുന്ന ജനറേഷൻസ് കുറേയൊക്കെ റോഡിലെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ പോകെ നമ്മുടെ കേരളത്തിൻ്റെ ഡ്രൈവിംഗ് കൾച്ചറും നന്നായി വരും എന്നൊക്കെ എനിക്കൊരു ഹോപ്പൊക്കെ ഉണ്ട്. എന്തായാലും നോക്കാം. ഈ ഒരു ഹൈവേ പല ഭാഗത്തും ഓപ്പണാണ്, നിങ്ങൾക്ക് ആൾറെഡി അറിയുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പണായ ഭാഗത്തു കൂടെ ഒക്കെ ട്രാവൽ ചെയ്യുന്നവർ പലരും ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു സൈഡിലെ ബാരിക്കേഡ്, ഈ ഒരു സൈഡ് വാളിൽ കൊടുത്തിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിങ്, ഈ ഒരു പെയിൻറ്റിങ് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ആ ഒരു ബാക്കിലോട്ടുള്ള മൂവ്മെന്റ് വരുമ്പോൾ ഒരു ഹിപ്നോട്ടൈസിങ് ഫീല് വരുന്നുണ്ട് എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ആദ്യമൊക്കെ ഹൈവേയിൽ പോയിരുന്ന ടൈമിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഈ ഒരു വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷം ഒരു ബാരിക്കേഡിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കും ചെറുതായിട്ട് ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. കാരണം നമ്മുടെ ഹിപ്നോട്ടൈസേഴ്സ് ഒക്കെ ഇതുപോലുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിങ് പാറ്റേൺ വെച്ചിട്ടാണല്ലോ ആളുകളെ ഹിപ്നോട്ടൈസ് ഒക്കെ ചെയ്യുന്നത്. ഏകദേശം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഇതിലേക്ക് ശ്രദ്ധ പോയി കഴിഞ്ഞാൽ ആ ഒരു ഹിപ്നോട്ടൈസിങ് ഫീല് വരുന്നുണ്ട്. അത് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിങ്ങിന്റെ ആ ഒരു വിഡ്ത്ത്, ആ ഒരു ലെങ്ത് വളരെ ചെറുതായതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് തോന്നുന്നുണ്ട്. കുറച്ചും കൂടെ ഒരു ലെങ്ത് കൂട്ടിയിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല. പക്ഷേ ഈ ഒരു റോഡിന്റെ ചിലപ്പം റൂൾസ് ഉണ്ടാവും, ഇത്ര വിഡ്ത്തിൽ ഇത്ര ലെങ്ത്തിലൊക്കെ കൊടുക്കണം. അതുകൊണ്ടായിരിക്കാം മേ ബി ചിലപ്പം ഈ ഒരു പ്രോബ്ലം സീരിയസ് ആയിട്ട് വരികയാണെങ്കിൽ ചിലപ്പം ഹൈവേ അതോറിറ്റി ഇത് മാറ്റാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇതുവരെ എവിടെയും ചേഞ്ച് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇതിലേക്ക് ശ്രദ്ധിക്കാതിരുന്നാൽ വലിയ സീനില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാവർക്കും ഒരേ ഫീൽ ആവില്ല, ചിലവരെ ശ്രദ്ധ എങ്ങനെയായാലും സൈഡിലോട്ട് പോകുന്നുണ്ടാവും. എനിക്കിത് ശ്രദ്ധിക്കാതിരുന്നാൽ വലിയൊരു സീനായിട്ട് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു ഇതുപോലത്തെ എഫക്റ്റ് വല്ലതും വരുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. ഈ ഒരു റോഡിൽ പല ഭാഗത്തും നമ്മുടെ സൈഡിലെ സർവീസ് റോഡ് ഉയർത്തിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം NH കുറച്ച് ലെവലായിട്ട് പോകാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഭാഗത്ത് കൂടെ ഒക്കെ വണ്ടി ഓടിക്കുമ്പോൾ ഒരു വേറെ തന്നെ ഫീലാണ്. കാരണം രണ്ട് സൈഡിലും അത്രയും ഹൈറ്റിൽ വാൾ വരുമ്പോൾ ആ ഒരു ക്ലോസ്ഡ്, ആ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ടണൽ പോലുള്ള ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടും. ഒരു ടണലല്ല എന്നാലും അതുപോലെ സിമിലർ ആയിട്ടുള്ളൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ. പല സ്ഥലങ്ങളിലും നല്ല ഹൈറ്റിൽ തന്നെ ഈ ഒരു സൈഡ് വാൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. കാരണം നമ്മുടെ കേരളത്തിലെ കൺസ്ട്രക്ഷൻസ് പലതും പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. കാരണം മഴക്കാലവും വേനൽക്കാലവും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു മഴ വരുന്ന ടൈമിൽ പലതും പല ഭാഗങ്ങളിലും ഇടിയലും അതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ റോഡിനും അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. എന്തായാലും മൊത്തത്തിൽ ഇങ്ങനെ കാണുമ്പം അടിപൊളിയായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല പ്രോപ്പറായിട്ട് തന്നെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നത് എന്നാണ് എൻ്റെയും വിശ്വാസം. നമ്മളിതാ വീണ്ടും ടോൾ പ്ലാസൻ്റെ ഇപ്പുറത്തെ സൈഡിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തും നമ്മുടെ മോട്ടോർ സൈക്കിളിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് ലൈനൊന്നുമില്ല, ആകെ 2 ലൈനേ ഉള്ളൂ. ഇവിടെ മിക്കവാറും നല്ല രീതിയിൽ ബ്ലോക്ക് വരാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ഹൈവേ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ. ഈ ഭാഗത്തെ ഹൈവേസ് ഒക്കെ അത്യാവശ്യം നല്ല പ്രോപ്പറായിട്ട് തന്നെ അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. റോഡിലധികം ഓവറായിട്ടുള്ള ബോംബും കാര്യങ്ങളൊന്നുമില്ല. ആകെ ഈ ബ്രിഡ്ജ് വരുന്ന ഭാഗത്ത് മാത്രം ആ ഒരു ബ്രിഡ്ജിന് ഒരു ഗ്യാപ്പ് കൊടുക്കുന്ന ആ ഒരു
സ്ഥലത്ത് മാത്രം ചെറിയ ബമ്പ് മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തത്. ഈ ഒരു ഹൈവേ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് ഒരു ഫുൾ സ്ട്രെച്ച് റൈഡ് ഈ ഒരു ഹൈവേയിൽ ചെയ്ത് നോക്കണം എന്നുണ്ട്. നമ്മുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആ ഒരു ഫീൽ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും ഈ ഒരു 2025 കഴിഞ്ഞ് 2026 സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അതുപോലെ ഈ ഒരു സ്ട്രെച്ചിൽ 1-2-3 സ്ഥലത്ത് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ബ്രിഡ്ജിലൊക്കെ എത്തുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സൈഡിലേക്കൊക്കെ അത്യാവശ്യം വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട്. ഹൈവേയിൽ അങ്ങനെ വ്യൂ കണ്ടൊന്നും പോകാൻ പറ്റില്ല, അത് വേറെ കാര്യം. എന്തായാലും ഈ ഒരു ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ഈ സൈഡിലെ സെറ്റപ്പുകളൊക്കെ ഒന്ന് മാറുന്നതുകൊണ്ട് തന്നെ ഒരു വേറെ തന്നെ ഫീലൊക്കെ കിട്ടുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് നല്ല നാഷണൽ ഹൈവേസ് ഉണ്ട്. അതായത് ഈ ഒരു ലാൻഡ്സ്കേപ്പുകളും അതുപോലെ തന്നെ റോഡ് നല്ല രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വണ്ടി ഓടിക്കാനും അതേപോലെ ബൈക്ക് റൈഡിങ് ആയാലും കാർ ഡ്രൈവിംഗ് ആയാലും നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഹൈവേകൾ ഇന്ത്യയിൽ ഒരുപാടുണ്ട്. നമ്മുടെ ഈ കേരളത്തിൽ വരുന്ന ഈ ഒരു NH66 അതുപോലെ ഒരു എൻജോയബിൾ ഹൈവേ ആവുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നമ്മുടെ കേരളത്തിൻ്റെ പല രീതിയിലുള്ള നേച്ചുറൽ ലാൻഡ്സ്കേപ്പുകളും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും മിക്കവാറും ഈ ഒരു ഹൈവേ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇതൊരു എന്താ പറയുക, ഒരു ട്രാവൽ, ഒരു ഡ്രൈവിംഗ് ഹൈവേ അല്ലെങ്കിൽ ഒരു റൈഡിങ് ഹൈവേ ആയി മാറാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇനി ഈ ഒരു ഹൈവേന്ന് ഇറങ്ങാൻ പോവാണ്. പ്രോപ്പറായിട്ടുള്ള ഹൈവേ എന്നുള്ള എക്സിറ്റ് കൂടെ തന്നെ ഈ ഒരു സർവീസ് റോഡിലൂടെ നമ്മൾ ഹൈവേന്ന് എക്സിറ്റ് അടിക്കാൻ പോവാണ്. ഫ്യൂവല് കുറേ നേരമായി എഫിൽ കടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. നമ്മുടെ റിസർവ് ആയിട്ടുണ്ട്, ഒരുപാട് നേരമായി. ഹൈവേയിൽ നല്ല പോക്കായതുകൊണ്ട് തന്നെ പെട്ടെന്ന് റിസർവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും മാഹിന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഇനി നമുക്ക് നേരെ തിക്കോടി ബീച്ചിലേക്ക് പോവാം. അപ്പോൾ ഇനി നമുക്ക് ബീച്ചിലെത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ തിക്കോടി ഡ്രൈവിംഗ് ബീച്ചിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. ഇത് നമ്മുടെ മുഴപ്പിലങ്ങാടി ബീച്ച് പോലെ ഒരു പക്കാ ഡ്രൈവിംഗ് ബീച്ചൊന്നുമല്ല. ഇതിലേക്ക് ഇറങ്ങുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പല സ്ഥലത്തും മണലൊക്കെ ഉണ്ട്, വണ്ടി താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ബീച്ചിലേക്ക് എൻ്റർ ചെയ്യുന്ന ഭാഗത്തും പല ഭാഗത്തും കൂടെ എൻ്റർ ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. എന്തായാലും നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെ തന്നെ നേരെ പോയി നോക്കാണ്. പ്രോപ്പറായിട്ടുള്ള വഴിയാണോ അല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. ഇവിടെ വണ്ടികൾ സൈഡിൽ നിർത്തിയത് കാണുന്നുണ്ട്. ശരിക്കും നമ്മുടെ കേരളത്തിൽ ഇതുപോലെയുള്ള പല നല്ല ടൂറിസ്റ്റ് പ്ലേസസ് ഉണ്ടെങ്കിലും പലതും ഇതുപോലെ വേസ്റ്റൊക്കെ പല ഭാഗത്തായിട്ട് ആ ഒരു നേച്ചർ ബ്യൂട്ടി നമുക്ക് കിട്ടാറില്ല. ഇവിടത്തെയും അവസ്ഥ അതേപോലെ തന്നെയാണ്. ഇതിനൊക്കെ പ്രോപ്പറായിട്ടൊരു സിസ്റ്റം കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ടൂറിസത്തിന് നല്ല സ്കോപ്പ് ഉണ്ട്. കാരണം കേരളം ഫുള്ള് വൺ സൈഡ് ബീച്ചും വൺ സൈഡ് നമ്മുടെ വെസ്റ്റേൺ ഘട്ടമാണ്. ഇത് തന്നെയാണ് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഇവിടുത്തെ സിസ്റ്റം ഇനി എന്ന് നന്നാവുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും. ഇവിടെ കുറേ സ്ഥലത്ത് മട്ടലൊക്കെ ഇട്ടിട്ടുണ്ട്, മണൽ താവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട്. എന്തായാലും ഇതാ നമ്മളങ്ങനെ ബീച്ചിലേക്ക് ഇറങ്ങി. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ബീച്ചിലൊക്കെ അത്യാവശ്യം ആളുകളൊക്കെ വന്നിട്ടുണ്ട്. പല ഭാഗത്തായിട്ട് ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. ഒരുപാട് വണ്ടികളും ബീച്ചിൽ ഇറക്കിയത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ തന്നെ. ഈ ഒരു സൈഡിൽ നമ്മുടെ ബഗ്ഗിയൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ടീംസ് നമ്മുടെ ബീച്ച് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അതപ്പോൾ ഗോളാവും. ഗോളായി. ബീച്ചിൽ ഫുട്ബോൾ കളിക്കാൻ വേറെ തന്നെ വൈബാട്ടോ. ഞാനിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, എന്നാലും അത് വേറെ തന്നെ ഫീലാവും. ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള മണലിനെയാണ് വണ്ടിയൊക്കെ ഓടിക്കാൻ പറ്റും. നമ്മുടെ മുഴപ്പിലങ്ങാടി ബീച്ച് പോലെ അത്ര ഹാർഡായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ളൊരു ഡ്രൈവ് ബീച്ച് അല്ല ഇത്. പല ഭാഗത്തും മണൽ അധികമുണ്ട്. അതുകൊണ്ട് ഇവിടെ വണ്ടി കൊണ്ടുവരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ പല ടൈമിലും ഇവിടുത്തെ മണലിൻ്റെ സ്വഭാവം മാറും എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പണ്ട് ഒരിക്കൽ വന്നപ്പം
കുറച്ചും കൂടെ നല്ലൊരു വൈബ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടെ മണൽ പോലെയാണ് ഫീൽ ചെയ്യുന്നത്, കുറച്ചും കൂടെ താന്നു പോകുന്നുണ്ട് പല ഭാഗത്തും. ഇത് ഇനി ബീച്ചിൻ്റെ അപ്പുറത്തെ സൈഡാണോ എനിക്ക് അറിയില്ല. എന്തായാലും നമുക്ക് ഈ ഒരു സൈഡിലേക്ക് കുറച്ച് പോയി നോക്കാം. അപ്പോൾ അതവിടെ ബീച്ചിൽ പട്ടൊക്കെ പറത്തി വൈബാക്കുന്നുണ്ട്. നമ്മളെന്തായാലും ഇനി കുറച്ച് നേരം ഈ ഒരു ബീച്ചിൻ്റെ സൈഡിലൂടെ അങ്ങനെ ഈ ഒരു യെല്ലോയിഷ് സൺലൈറ്റും അതേപോലെ തിരമാലകളുടെ ശബ്ദവും ഈ ഒരു ബീച്ചിലെ കാറ്റും ഒക്കെ കൊണ്ട് ഇങ്ങനെ ഈ ഒരു സൈഡിലൂടെ അങ്ങനെ പോയി നോക്കാം. ഈ ഒരു ബീച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ആളുകളുള്ളൂ. ഈ ഒരു ഭാഗത്തേക്കൊന്നും അധികം ആളുകളൊന്നുമില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, സോളോ വൈബ്. ചെറിയൊരു ഓഫ് റോഡൊക്കെ പോകുന്നൊരു വൈബൊക്കെ കിട്ടുന്നുണ്ട്. ബാക്ക് വീൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് സ്ലൈഡ് ആവുന്നുണ്ട്. ഈ ഒരു കടലിനോട് ചേർന്ന ഭാഗമായതുകൊണ്ട് തന്നെ ചെറിയൊരു സ്ലോപ്പ് ഉണ്ടാവുമല്ലോ. പിന്നെ അതുമല്ല നല്ല രീതിയിൽ നനഞ്ഞ മണലായതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഇടയ്ക്ക് സ്ലൈഡ് ആവുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ മാനേജ് ചെയ്ത് ബാലൻസ് ചെയ്ത് ഇങ്ങനെ ഓടിക്കണം. ഇവിടെ ഇതാ കുറച്ച് ടീംസ് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ചെറിയ ചെറിയ ചെക്കന്മാരാണ്, അവർ വൈബായിട്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് ഇവിടുന്ന് തിരിക്കണോ? നമ്മൾ ഒരുപാട് ദൂരം അങ്ങോട്ട് പോകുന്നത് തോന്നുന്നുണ്ട്. നോക്കിയിട്ട് ആ ഭാഗത്തേക്കൊന്നും കാണുന്നില്ല. ഈ ഭാഗത്തും നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അവിടെ ഒരു വണ്ടി ചെറിയ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എന്തോ നടത്തുന്നുണ്ട്, ഒരു കാറ്. അങ്ങോട്ട് പോയി നോക്കണം. ഏതായാലും ഇതുവരെ വന്നല്ലേ, ഇതുവരെ പോകും നോക്കാം. ഓ, ഇത് ജന്നാണല്ലോ. കുറച്ച് മോഡൊക്കെ ചെയ്ത് തന്നെയാണ്. വീഡിയോ എടുക്കാൻ വന്നതാണെന്ന് തോന്നുന്നു. കാറൊക്കെ ഈ ഏരിയയിൽ കുറച്ച് ഡേഞ്ചറസ് ആണ്. കാരണം കൂടുതൽ സൈഡിലേക്ക് പോയാൽ കടലിലേക്ക് എത്തും, ഇപ്പുറത്തേക്കായ കംപ്ലീറ്റ് ആയിട്ട് മണലാണ്. ഈ ഒരു ഏരിയ ഒക്കെ കറക്റ്റ് നമ്മൾ ഈ ഒരു കടലിൻ്റെയും മണലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കറക്റ്റായിട്ട് പോകണം. ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ മാത്രമേ നമ്മളെ കുറച്ച് ഹാർഡായിട്ടുള്ള മണലുള്ളൂ. മേലേക്ക് കയറിയാൽ വണ്ടി താവും, താഴേക്ക് പോയാൽ വണ്ടി കടലുണ്ടാവും. അപ്പോൾ ഈ നടുവിലൂടെ തന്നെ പോകണം. പയ്യെ ഈ സൈഡിലെ കോലൊക്കെ മാറി വരുന്നുണ്ട്. ഒരു പ്രോപ്പർ ക്ലീൻ അല്ലാത്ത രീതിയിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് തിരിക്കാം. ഇനി നമുക്ക് തിരിച്ചോടിച്ച് പോവാം. വണ്ടി ബേൺ ഔട്ടും കാര്യങ്ങളും സ്ലൈഡ് ചെയ്ത് പോകാനൊക്കെ അറിയെങ്കിൽ അതൊക്കെ ഇവിടുന്ന് ട്രൈ ചെയ്ത് നോക്കായിരുന്നു. പക്ഷേ അതിലൊന്നും വലിയ എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട്, ഇതൊരു ഓഫ് റോഡ് വണ്ടി അല്ലാത്തതുകൊണ്ട് കൂടുതൽ സർക്കസിനൊന്നും നിൽക്കുന്നില്ല. നമുക്ക് എവിടെയെങ്കിലും നല്ലൊരു സ്പോട്ടിൽ കുറച്ച് നേരം ഇരുന്നിട്ട് ഈ ഒരു സൺസെറ്റൊക്കെ കണ്ടിങ്ങനെ റിലാക്സ് ആയിട്ടിരിക്കാം. നമ്മൾ ഹൈവേയിൽ അക്രമം കാണിച്ചതിൻ്റെയൊക്കെ ചെറിയ ക്ഷീണമുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് നമ്മൾ സൺസെറ്റൊക്കെ കണ്ട് ആ ഒരു ക്ഷീണമൊക്കെ മാറ്റിയിട്ട് തിരിച്ചു പോകണം. ജന്നാറ് മേലേക്ക് കയറ്റിന്നല്ലോ, മിക്കവാറും ഓല അവിടെ കൊടും തോന്നുന്നുണ്ട് കോല കണ്ടിട്ട്. ഇനി അതിലെ വഴി ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ.
എന്തായാലും നമുക്ക് നല്ലൊരു സ്പോട്ട് തപ്പി ഇങ്ങനെ പോയേക്കാം, ഏകാന്തമായി എവിടെയെങ്കിലും പോയിരിക്കാം. ഇവിടെ ചെറിയൊരു ഫിഷിംഗ് ബോട്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിൻ്റെ സൈഡിലായിട്ട് നമുക്ക് നൈസായിട്ട് വണ്ടി ഇവിടെ സ്റ്റാൻഡിൽ നിന്ന് നിൽക്കുമെന്ന് അറിയില്ല, എന്തായാലും നൈസായിട്ട് എന്തെങ്കിലും കല്ലോ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് വണ്ടി ഇട്ടിട്ട് കുറച്ച് നേരം നിൽക്കാം. ഈ ഒരു മണലിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രശ്നം അതാണ്, ഇവിടെ കടന്ന് കഥകളി കളിക്കേണ്ടി വരും. കഥകളി ഭരതനാട്യമൊക്കെ കടന്ന് കളിക്കേണ്ടി വരും വണ്ടി മണ്ണാണ്ട്. കാരണം ഈ ഒരു വീല് മണൽ താഴ്ന്നുകൊണ്ട് വണ്ടി നിന്ന് ഇറങ്ങിയിട്ട് വണ്ടി നീക്കാനുള്ള ഒരു സ്റ്റാമിന എനിക്കുണ്ട് തോന്നുന്നില്ല. തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് കഥകളി കളിച്ചിട്ട് എങ്ങനെങ്കിലും വണ്ടി ഒന്ന് സ്റ്റാൻഡിലാക്കണം. അപ്പോൾ ഡബിൾ സ്റ്റാൻഡിന് നിൽക്കില്ല. രക്ഷ തൽക്കാലം ഇവിടെ കിടക്കട്ടെ. ഇനി കൂടുതൽ ഇവിടെ കിടന്ന് സർക്കസ് കാണിക്കാൻ വയ്യ. നൈസായിട്ട് ചെറിയൊരു പലക കിട്ടിയോണ്ട് ആ പലകമേൽ വണ്ടി വെച്ചവിടെ നിന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നൈസായിട്ട് ബീച്ചിൽ ഇങ്ങനെ സൺസെറ്റ് കണ്ട് ഇങ്ങനെ റിലാക്സ് ആയിട്ട് കാറ്റുകൊണ്ടിരിക്കാം. ബീച്ചിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരിക്കണ വേറെ തന്നെ വൈബാട്ടോ. ആരുമില്ലാതെ ഓരോ ടീംസ് ഇങ്ങനെ വരുന്നതും ആളുകൾ ഇങ്ങനെ നടന്നു പോകുന്നതും പട്ടം പറത്തുന്നതും ഒരു സൈഡിൽ ഫുട്ബോൾ കളിക്കുന്നതും അതുപോലെ വണ്ടി പഠിപ്പിക്കാനൊക്കെ വരുന്നവരുണ്ട് കേട്ടോ. ഈ ഒരു ബീച്ച് ഡ്രൈവിംഗ് ബീച്ച് ആയതുകൊണ്ട് വണ്ടി പഠിപ്പിക്കാൻ വരുന്ന ടീംസൊക്കെ ഈ ഭാഗത്ത് വരലുണ്ട്. സ്കൂട്ടറും കാര്യങ്ങളൊക്കെ, കാരണം വീണാലും അങ്ങനെ കൂടുതൽ പരിക്കൊന്നും പറ്റില്ല. മണലല്ലേ, മണലിൽ വണ്ടി പഠിക്കാറുള്ള കുറച്ച് ടാസ്ക് ആയിരിക്കും, എന്നാലും സംഭവം നൈസാണ്. കുറച്ച് ഡസ്റ്റി ആയിട്ടുള്ളൊരു സൺസെറ്റ് ആവുമ്പോൾ സണ്ണിനെ പ്രോപ്പറായിട്ട് കാണുന്നില്ല, ചെറിയൊരു ഫെയ്ഡായിട്ടാണ് കാണുന്നത്. പ്രോപ്പറായിട്ട് സണ്ണ് കടലിലേക്ക് മുങ്ങിപ്പോകുന്നതൊന്നും കാണുന്നില്ല. അതിൻ്റെ മുന്നേ തന്നെ സണ്ണ് ഫെയ്ഡായിപ്പോയി. മലകളും ബീച്ചും രണ്ടും വേറെ തന്നെ ഫീലാണ്. കടലിൻ്റെ ആ ഒരു സൗണ്ട്, കടൽ കാറ്റും, പിന്നെതാ ഇവനും നൈസ് വൈബ്സ്. ശരിക്കും ഈ നേച്ചർ എക്സ്പ്ലോറിങ് വിത്ത് മെഷീൻ, അതായത് മോട്ടോർ സൈക്കിളോ അല്ലെങ്കിൽ 4 വീലറോ, അതായത് എൻജിനുള്ളൊരു വണ്ടി. മോട്ടോർ സൈക്കിളാണ് ബെസ്റ്റ്, 4 വീലറും ഓക്കെയാണ്. അതൊരു വേറെ തന്നെ ഫീലാണ്. കാരണം നമ്മൾ എൻജിനിൽ കിട്ടുന്ന ആ ഒരു ഫീഡ്ബാക്കും ഹൈഡും ഡ്രൈവും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേച്ചറായിട്ട് ഇതുപോലെയുള്ള റിലാക്സേഷൻ ഓരോന്ന് ചിന്തിച്ചിരിക്കുന്നത് അതൊരു വേറെ തന്നെ ഫീലാണ്. പിന്നെ ബീച്ചിൽ പോയാൽ ഓഫ്കോഴ്സ് നമ്മളെല്ലാവരും തിരമാലകളായിട്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയൊക്കെ കളിക്കും. അതൊക്കെ നാച്ചുറൽ തിങ്സാണ്.
ദൂരെ മറ്റേ നമ്മുടെ ഫുട്ബോൾ ടീംസ് കളി കഴിഞ്ഞ് കടലിലേക്ക് ഇറങ്ങിയെന്ന് തോന്നുന്നുണ്ട്. അവിടെ കുറേ പേരെ കാണുന്നുണ്ട്. ഇതൊരു വേറെ തന്നെ ഫീലാട്ടോ. ഈ ഒരു യെല്ലോയിഷ് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കളറിലുള്ള ലൈറ്റ്സ്, കുറച്ചൊരു ബ്ലൂയിഷ് ആയിട്ടുള്ള ക്ലൗഡ്സ്, നല്ല തിരമാലകൾ. കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ടിരുന്നു. ആ ഒരു ഹൈവേയിൽ അക്രമം കാണിച്ചതിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം അങ്ങനെ ഇവിടുന്ന് നമ്മൾ തിരിച്ചു പോകാൻ പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ ഫ്രാങ്കോ സൈനിങ് ഔട്ട്. ബൈ.